ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണിക്ക് വോട്ട് എണ്ണി തുടങ്ങും. 243 അംഗ ബീഹാർ നിയമസഭയിൽ 122 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. കടുത്ത വിജയപ്രതീക്ഷയിലാണ് NDAയും മഹാസഖ്യവും. NDA ഭരണത്തുടർച്ച നേടുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ തേജസ്വി യാദവും സംഘവും തള്ളിക്കളയുന്നു. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും അസദുദ്ദീൻ ഉവൈസിയും പിടിക്കുന്ന വോട്ടുകളാകും ബീഹാറിന്റെ ഫലം നിശ്ചയിക്കുക. പട്നയിലെ ബീഹാർ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആദിൽ പാലോടും കണ്ണൻ പ്രസന്നനും തത്സമയം ചേരുന്നു. ആദിൽ, ഗുഡ് ഈവനിങ്. അതിൽ നാളത്തെ വിധി ദിനം നിർണായകമാണ്. നിതീഷിന്റെ ഭരണ തുടർച്ച, അതല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ തേജസ്, ഇതിൽ എന്താണ് എന്നുള്ളത് നാളെ ഒരു 10 മണിയോടുകൂടി അറിയാം എന്നാണ് പ്രതീക്ഷ. നിതീഷിന്റെ പ്രതീക്ഷ മുഴുവൻ സ്ത്രീ വോട്ടർമാരിലാണ്. തേജസ്വിയുടെയും രാഹുലിന്റെയും പ്രതീക്ഷ മുഴുവൻ മുസ്ലിം യാദവ വോട്ട് കോമ്പിനേഷനിലാണ്. പക്ഷേ വോട്ട് ശതമാനം ഉയർന്നത് ഇരു മുന്നണികളെയും ആവേശത്തിലാഴ്ത്തുന്നുണ്ടോ? ഉറപ്പായും ഉണ്ട് അരുൺകുമാർ. നമ്മളിവിടെ വരുമ്പോൾ ഇന്ന് ഇവിടെ നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തകൃതിയിൽ പണികൾ നടക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന്റെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. സാധാരണ ലൈറ്റ് ഇടുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇനി നാളെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ സഭാ തലവൻ ആരായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അരുൺ പറഞ്ഞതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ തേരോട്ടമുണ്ടാകുമോ അതോ തേജസ്വിയുടെ തേരോട്ടമാണോ, ആരുടെ തേരോട്ടമാണ് ബീഹാറിൽ നാളെ നടക്കുക എന്നറിയാൻ 8 മണിവരെ, രാവിലെ 8 മണിവരെ നമ്മൾ കാത്തിരിക്കണം. രാവിലെ തന്നെ അതിന്റെ ട്രെൻഡ് അറിഞ്ഞു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാൻ തേജസ്വിക്കോ നിതീഷ് കുമാറിനോ ആർക്കാണ് കഴിഞ്ഞത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ബീഹാറിൽ വോട്ട് ചെയ്തത് എന്ന കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും ഒരുപോലെ വിജയ പ്രതീക്ഷയാണ്. അപ്പോഴും കറുത്ത കുതിരയായി പ്രശാന്ത് കിഷോർ മാറുമോ, അസദുദ്ദീൻ ഉവൈസി മാറുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും എല്ലാ എക്സിറ്റ് പോളുകളും NDAയുടെ ഭരണ തുടർച്ച പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല, നാളെ വരെ കാത്തിരിക്കൂ എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. പക്ഷേ NDA ആകട്ടെ ലഡുവിന് വരെ ഓർഡർ കൊടുത്തു എന്നാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ സഭയിൽ ആരാകും തലവനാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ മതിയാവും. ഏതായാലും നിയമസഭ ബീഹാറിന്റെ ഫലം അറിയാൻ പോവുകയാണ്. നാളെ 8 മണി മുതലാണ് വോട്ടെടുന്നത്. 243 നിയമസഭാ മണ്ഡലങ്ങൾ, 122 എന്ന മാന്ത്രിക സംഖ്യ ആര് തൊടുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ 125 സീറ്റുകൾ നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. നേരിയ മാർജിനായിരുന്നു. ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷം നേടുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് NDA കേന്ദ്രങ്ങൾ. അരുൺ, താങ്ക് യു ആദിൽ പാലോട്. താങ്ക് യു. നാളെ രാവിലെ നമുക്ക് 6 മണിക്ക് കാണാം. വിശദമായ റിപ്പോർട്ടിംഗും തത്സമയ കവറേജും ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടരുക. ബീഹാറിന്റെ ജനവിധി അറിയാൻ രാവിലെ 6 മണി മുതൽ സമഗ്രമായ തയ്യാറെടുപ്പുകളാണ് റിപ്പോർട്ടർ TVയും നടത്തിയിരിക്കുന്നത്. ആദിൽ പാലോടും കണ്ണൻ പ്രസന്നനും തത്സമയം ബീഹാറിൽ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും ചേരും. PR സുനിൽ ഡൽഹിയിൽ നിന്നും BJP ഓഫീസിൽ നിന്നും ചേരും. ഡെസ്കിൽ നിന്ന് എഡിറ്റോറിയൽ ടീമും മറ്റ് റിപ്പോർട്ടർമാരും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ മറക്കണ്ട,